ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട തോമസ് ഇലവനാൽ പിതാവേ, ജേക്കബ് മുങ്ങാടിയത്ത് പിതാവേ, ജോസഫ് ശ്രാമ്പിക്കൽ പിതാവേ, ജോസഫ് കൊല്ലംപറമ്പിൽ പിതാവേ, പ്രിയങ്കരനായ വികാരി ജോർജ് അമ്പടുത്തുങ്കലച്ച, ജലാളച്ചന്മാരെ, മറ്റ് വൈദികരെ, സമർപ്പിതരെ, മാതാപിതാക്കളെ, പരിചയമുള്ള കുഞ്ഞുമക്കളെ, നമ്മൾ ചരിത്രപ്രസിദ്ധമായ ഈ ദേവാലയത്തിൽ അപ്രതീക്ഷിതമായ ഒരു വേർപാടിൽ പ്രാർത്ഥിക്കുകയാണ്. നമുക്കേറ്റവും പ്രിയങ്കരനായിരുന്ന ഇമ്മാനുവേൽ വരിക്കമാക്കലച്ചൻ നമ്മളോട് യാത്ര പറയുന്ന ഈ അവസരം കർത്താവിനെ അച്ഛനിലൂടെ ഓർത്ത് സ്തുതിക്കാനുള്ള പരിശുദ്ധ കുർബാനയുടെ മണിക്കൂറാണ്. അച്ഛൻ ചെയ്ത സേവനങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ പ്രീതികരമാകാൻ വേണ്ടി നമ്മളെല്ലാവരും ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്. വരിക്കമാക്കൽ വലിയൊരു തറവാടാണ്. വൈദികരുടെയും സമർപ്പിതരുടെയും രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കന്മാരുടെയും കർഷകരുടെയും മറ്റ് ഉദ്യോഗസ്ഥന്മാരുടെയും എല്ലാം ഒരു വലിയ കൂട്ടുകുടുംബമാണ്. അവരുടെ പ്രവർത്തന മേഖലകളിൽ തനിമയും വ്യക്തിത്വവുമെല്ലാം പ്രകടിപ്പിച്ച വലിയൊരു ജനതയാണ്. നമ്മുടെ മാനുവേലച്ചൻ 1974 നമ്മുടെ പ്രിയപ്പെട്ട പള്ളിക്കാപ്പറമ്പിൽ പിതാവിൽ നിന്ന് ഇവിടെ വെച്ച് തിരുപ്പട്ടം സ്വീകരിച്ച് ഉടനെ മൂലമറ്റം പള്ളിയുടെ അസ്തേന്തിയായിട്ട് നിയമിതനായി. 74 അവസാനം 75 മുതൽ 80 വരെ അച്ഛനവിടെ മൂലമറ്റം പള്ളിയുടെ വികാരിയായിട്ട് സേവനം അർപ്പിച്ചു. പിന്നീട് 80 മുതൽ 89 വരെ മൂലമറ്റത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്ന എലപ്പള്ളിയിലേക്ക് അച്ഛനെ സ്ഥലം മാറ്റുകയും അവിടെ ദേവാലയ നിർമ്മാണം ഉൾപ്പെടെയുള്ള അനേകം വലിയ കാര്യങ്ങൾക്ക് അച്ഛൻ നേതൃത്വം കൊടുക്കുകയും ചെയ്തു. പിന്നീട് അച്ഛന് നമ്മുടെ പയസ് മൗണ്ട് വികാരിയായിരുന്നു. അതിനുശേഷം കല്യാൺ രൂപതയിൽ 10 വർഷക്കാലം മിഷണറിയായിട്ടും വികാരിയായിട്ടും ചെറിയ സ്റ്റേഷൻസിലൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യുന്നയാളായിട്ടുമൊക്കെ അച്ഛന് സേവനം ചെയ്തു. 10 വർഷത്തെ അവിടുത്തെ അച്ഛൻ്റെ ആ സേവനം എത്ര വിലപ്പെട്ടതായിരുന്നു എന്ന് ഇന്ന് പ്രിയങ്കരനായ ഇലവനാൽ പിതാവിൻ്റെ സാന്നിധ്യം വഴി നമുക്ക് വ്യക്തമാണ്. പിതാവ് 8-9 മണിക്കൂർ യാത്ര ചെയ്താണ് ഉച്ച കഴിഞ്ഞ് രൂപതാ കേന്ദ്രത്തിലെത്തിയത്. കഴിഞ്ഞ ദിവസം തന്നെ അറിയിച്ചിരുന്നു വരാൻ താല്പര്യമുണ്ട് എന്ന്. അത് വലിയൊരു സ്നേഹത്തിൻ്റെ അടയാളമായിട്ട് ഞാൻ കരുതുകയാണ്. ദീർഘമായ മണിക്കൂറുകളെടുത്ത് ഇവിടെ വന്ന് ഇമ്മാനുവേലച്ചനെ ഓർക്കാനും പരിശുദ്ധ കുർബാനയ്ക്ക് കാർമ്മികത്വം വഹിക്കാനുമൊക്കെ പിതാവ് കാണിച്ച സന്മനസ്സ് ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് മാറും എന്നെനിക്ക് ഉറപ്പുണ്ട്. കല്യാണിൽ നിന്ന് തിരിച്ചു വന്ന് അച്ഛന് നമ്മളുടെ രൂപതയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കാക്കൂര് വികാരിയായിരുന്നു. പിന്നീട് വീണ്ടും തിരിച്ച് കാക്കൊമ്പ്
കിഴക്കൻ പ്രദേശത്തുള്ള സ്ഥലത്തെത്തി. അതേ തുടർന്ന് അറക്കുളം പഴയ പള്ളിയുടെ വികാരിയായിരുന്നു. പിന്നീട് വെള്ളിയാമറ്റം പള്ളിയുടെ വികാരിയായിരുന്നു. അച്ഛൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നാട്ടിലുള്ളതെല്ലാം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മൂലമറ്റം കേന്ദ്രമാക്കിയുള്ള ശുശ്രൂഷകളായിരുന്നു. അച്ഛന് താല്പര്യവുമായിരുന്നു കാക്കൂരൊഴികെ മറ്റ് പള്ളികളെല്ലാം അച്ഛൻ്റെ ആ ഒരു പ്രത്യേകമായിട്ടുള്ള കുടുംബ പരിചയങ്ങളോ അല്ലെങ്കിൽ ആ ദേശത്തോടുള്ള താല്പര്യങ്ങളോ ഒക്കെ ഉള്ളതുകൊണ്ടും കൂടെയാണ് അച്ഛനെ അങ്ങനെയുള്ള ദേവാലയങ്ങളുടെയും മറ്റ് കാര്യങ്ങളുടെയും എല്ലാം ചുമതല ഏൽപ്പിച്ചുകൊണ്ടിരുന്നത്. അച്ഛൻ്റെ ശുശ്രൂഷകൾ വ്യത്യസ്തങ്ങളായിരുന്നു. അച്ഛന് ദേവാലയങ്ങൾ നിർമ്മിച്ചു, പാരീഷ് ഹോളുകൾ പണിതു, കൽക്കുരിശുകൾ പണിതു, ഹോംപാല വീടുകൾ തയ്യാറാക്കി, റോഡ്, പാലം തുടങ്ങിയ വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ അച്ഛൻ നടത്തി. മൂലമറ്റത്തു നിന്ന് ഇലപ്പള്ളിയിലേക്കുള്ള തെക്കിൻ തോട്ടത്തിലൂടെയുള്ള വഴിവെട്ട് എല്ലാം അച്ഛനല്ലാതെ മറ്റാർക്കും നേതൃത്വം കൊടുക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ലക്ഷ്യങ്ങൾ നിറഞ്ഞ ശുശ്രൂഷയായിരുന്നു. ഒപ്പം അദ്ദേഹം സാധാരണക്കാരോട്, കർഷകരോട്, തൊഴിലില്ലാത്തവരോടെല്ലാം വളരെ അടുപ്പം കാണിക്കുകയും അവരെ സംഘടിപ്പിക്കുകയും അവരുടെ ഉന്നമനത്തിനു വേണ്ടി ശുശ്രൂഷ ചെയ്ത എല്ലാ സ്ഥലങ്ങളിലും അച്ഛനെ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അച്ഛൻ നിരവധിയായ ടാലന്റുകൾ സ്വീകരിച്ച വ്യക്തിയാണ്. നാടകം, സംഗീത കച്ചേരികൾ, ചെണ്ടമേളം, ബാൻഡ് സെറ്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അച്ഛൻ തന്നെ പഠിക്കുകയും അച്ഛനത് പാടിയും കൊട്ടിയും അഭിനയിച്ചുമൊക്കെ കച്ചേരികൾ രൂപീകരിക്കുകയും മറ്റ് ഇടവകകളിൽ കലാരൂപങ്ങളുമായിട്ട് എത്തുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. ഏറ്റവും അവസാനമായിട്ട് നമ്മളുടെ മേജർ അസംബ്ലി സഭയുടേത് പാലായിൽ പാസ്റ്ററൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്നപ്പോഴും കലാപരിപാടികളുമായിട്ട് കുട്ടികളെയും കൊണ്ട് അച്ഛൻ അതിനും വന്നിരുന്നു. വൈദിക കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ അച്ഛനെന്നും ശ്രദ്ധിച്ചിരുന്നു. അത് പ്രസ്ബിറ്റേറിയമാണെങ്കിലും അച്ഛന്മാരുടെ മന്ത്ലി റിക്കളക്ഷൻസ് ആണെങ്കിലും റീജിയണൽ സമ്മേളനങ്ങളാണെങ്കിലും അതൊന്നുപോലും ഒഴിവാകാതെ ആർക്കെങ്കിലും മടി പിടിച്ചിരിപ്പുണ്ടെങ്കിൽ അവരെയും കൂടെ കൂട്ടി കൊണ്ടുവരുന്ന വലിയൊരു സന്തോഷകരമായ പ്രവൃത്തി അച്ഛനെന്നും അവസാന നാളുവരെയും ചെയ്തിരുന്നു. പല പ്രീസ്റ്റ് ഹോമിൽ വിശ്രമം ആരംഭിച്ചപ്പോഴും അവിടെയുള്ള അച്ഛന്മാരുമായിട്ട് രൂപത കേന്ദ്രത്തിലും ആശുപത്രിയിലും മറ്റു കാര്യങ്ങൾക്കുമെല്ലാം അച്ഛൻ്റെ വണ്ടിക്ക് കൊണ്ടുപോകാറുണ്ടായിരുന്നു. എന്നും ജനങ്ങളോടൊത്ത് ജീവിച്ചയാളായിരുന്നു. ഫലിതപ്രിയനായിരുന്നു. നന്നായിട്ട് ദൈവവചനം പഠിക്കുന്ന ആളായിരുന്നു. കഠിനാധ്വാനം ചെയ്യുന്നയാളായിരുന്നു. ഒരു വലിയ രൂപതയുടെ ഒരു ഭാഗം മുഴുവൻ, തുടങ്ങനാട്, മൂലമറ്റം തുടങ്ങിയ പ്രദേശമെല്ലാം അച്ഛന് കാണാപ്പാടമായിരുന്നു. അവിടെയുള്ള വീട്ടുകാർ, ജോലിക്കാർ, ജോലിയില്ലാത്തവർ, സാധാരണക്കാരായ പെൺകുട്ടികളെ കണ്ടെത്തി അവരെ കേരളത്തിന് പുറത്ത് നഴ്സിങ്ങിനും മറ്റുമായിട്ട് അയക്കുന്ന ശുശ്രൂഷ, ഇങ്ങനെ വളരെ വിപുലമായ മേഖലയിലൂടെ യാത്ര ചെയ്ത ആളാണ് അച്ഛന്. അച്ഛൻ്റെ കഠിനാധ്വാനം കുറേയെല്ലാം അച്ഛനെ അവസാന വർഷങ്ങളിൽ രോഗിയാക്കിയിരുന്നു. എങ്കിലും അതൊന്നും അച്ഛൻ വകവയ്ക്കാതെ ശുശ്രൂഷകൾ തുടരുകയായിരുന്നു വിശ്രമ കാലഘട്ടത്തിലും. അച്ഛൻ്റെ അമ്മ വാടചാരിക്കലെയാണ്. വളരെ ഭക്തയായ ഒരു അമ്മച്ചിയായിരുന്നു. വടചാരി കുടുംബത്തിൻ്റെ ആ പൈതൃകവും ആധ്യാത്മിക സമ്പത്തുമെല്ലാം
ആ അമ്മ കാത്തു സൂക്ഷിക്കുകയും ജീവിതത്തിൻ്റെ അവസാന നാൾ വരെ അത് കൊണ്ട് ജീവിക്കുകയും ചെയ്തു. അമ്മയെയും ഇവിടെയാണല്ലോ നമ്മൾ സംസ്കരിച്ചത്. ഈ പള്ളി അന്തോണീസ് ബാബായുടെ പേരിലുള്ളതാണ്. 2-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയിൽ 250കളിൽ ജനിച്ച് താപസനായിട്ട്, ദേറാക്കാരനായിട്ട്, ആശ്രമാധിപനായിട്ട് മരുഭൂമിയിലും വനാന്തരങ്ങളിലും എല്ലാം ജീവിച്ച ഒരു വ്യക്തിയാണ്. ഇവിടെ നമുക്ക് അന്തോണീസ് ബാബായുടെ മാധ്യസ്ഥം ലഭിച്ചതും വലിയൊരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വാക്യമാണ്, ഒരു മത്സ്യത്തെ കുറേ സമയം കരയിൽ എടുത്തിട്ടാൽ അത് ചത്തുപോകും, അതുപോലെ ജനമധ്യത്തിൽ അധിക സമയം കഴിയുകയും അവരോട് ഇടപഴകുകയും ചെയ്താൽ താപസന്മാർ തകർന്നു പോകും. താപസ ജീവിതത്തിൻ്റെ വൈവിധ്യമാർന്ന മാനങ്ങളിൽ ഒന്ന് അതാണ്. ഈ ബാബായെ മരുഭൂമിയിലെ അന്തോണീസ് എന്നും വനവാസി എന്നുമൊക്കെ വിളിക്കുന്നതിൻ്റെ കാരണവും അതാണ്. അദ്ദേഹം ഏകാന്തതയിലും കല്ലറകളിലും താമസിക്കാൻ താല്പര്യം കാണിച്ചയാളാണ്. നാം മരിക്കുകയാണ് എന്ന് കരുതി വേണം ഓരോ ദിവസവും ജീവിക്കാൻ. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആപ്തവാക്യം, മോട്ടോ. എന്നും കർത്താവിനോട് കൂടി ആയിരിക്കാൻ വേണ്ടി തീവ്രമായിട്ട് ആഗ്രഹിച്ച വ്യക്തി. അതിൻ്റെ ഒരു അംശം നമുക്ക് ഈ ഇടവകയിൽ, ഇവിടുത്തെ കുടുംബങ്ങൾക്ക്, നമ്മുടെ രൂപതയ്ക്ക് എല്ലാമുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് സഭാചരിത്രത്തിൻ്റെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഇവിടെ തൊണ്ടനാട് മെത്രാപ്പൊലീത്തയുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ അരമനയും ആ ചർച്ച് ഓഫ് ദി ഈസ്റ്റിൻ്റെ ഇടവകകളും ഭരണ സംവിധാനങ്ങളും എല്ലാം ഇവിടെയായിരുന്നു. നമ്മളിരിക്കുന്ന അല്ലെങ്കിൽ തൊട്ട് കിഴക്കുള്ള ഈ ഭാഗത്തായിരുന്നു ആ അരമനയും അതുപോലുള്ള പ്രവർത്തനങ്ങളുമെല്ലാം. അങ്ങനെ വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് ഈ ഇടവക ഇളന്തോട്ടം എന്ന് നമ്മൾ ഓർക്കണം. ആ കാര്യത്തെക്കുറിച്ചെല്ലാം മാനുവേൽ അച്ഛനും നല്ല അറിവും ചരിത്രബോധവും ഉണ്ടായിരുന്നു. ചിലപ്പോഴെല്ലാം ഈ വക കാര്യത്തെക്കുറിച്ചും അച്ഛനോട് സംസാരിച്ചിട്ടുണ്ട്. സന്യാസ മഠങ്ങളും മോണസ്ട്രികളും ദേറാകളും സഭയിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ രൂപതയ്ക്കുള്ളിൽ പല സ്ഥലങ്ങളിലും. നമ്മളും ഒരു പുതിയ ദേറ, നിങ്ങളുടെ മുൻ വികാരി കൂടിയായിരുന്ന വടപ്പശ്ശേരി അച്ഛൻ്റെ കാര്യസ്ഥതയിൽ നമ്മൾ ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്നതും നിങ്ങൾക്കറിവുള്ളതാണ്. ദൈവാരാധനക്രമത്തിൽ നമ്മൾ ധനഹാകാലത്തിൻ്റെ 3-ാം വെള്ളിയാണ്. സുവിശേഷകന്മാരുടെ വെള്ളിയാണിത്. സുവിശേഷം എഴുതിയ ശ്ലീഹന്മാരെ, അല്ലെങ്കിൽ അവരിൽ പ്രത്യേകിച്ച് സുവിശേഷകന്മാരെ ഓർക്കാനും അവരോട് മധ്യസ്ഥം പ്രാർത്ഥിക്കാനുമുള്ള ദിവസമാണിത്. സുവിശേഷകന്മാർ നമുക്ക് തന്ന ആ അമൂല്യമായ സമ്പത്താണ് സഭയുടെ തുടർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഫ്രഞ്ച് പണ്ഡിതനായ പോൾ ക്ലോഡൽ പറഞ്ഞ ഒരു ചെറിയ വാക്യം ഇതാണ്: ഗോസ്പൽ ഈസ് ദ സാൾട്ട്. സുവിശേഷം ഉപ്പാണ്. ബട്ട് യു ഹാവ് മെയ്ഡ് ഷുഗർ ഔട്ട് ഓഫ് ഇറ്റ്. ഉപ്പിൽ നിന്ന് നിങ്ങൾ പഞ്ചസാരയാണ് പുറപ്പെടുവിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാനുള്ളത് ഉപ്പല്ല, പഞ്ചസാരയാണ്. ഉപ്പ് എല്ലാറ്റിനെയും പ്രിസേർവ് ചെയ്യുന്നതാണ്. പഞ്ചസാരയ്ക്ക് അത്തരത്തിലുള്ള കഴിവില്ലെന്ന് മാത്രമല്ല, അത് രോഗത്തിന് കാരണമാവുകയും ചെയ്യും.
അതുകൊണ്ട് സുവിശേഷകന്മാരെക്കുറിച്ച് പ്രത്യേകം ഓർക്കുന്ന ഈ വെള്ളിയാഴ്ച നമുക്ക് ഉപ്പായിട്ട് പ്രവർത്തിക്കാനുള്ള ചുമതലയാണ് ഈശോ നൽകിയത് എന്ന കാര്യം മറക്കരുത്. ആ ഉപ്പ് രസമാണ് ഇമ്മാനുവേൽ അച്ഛൻ ഞാൻ ആദ്യം സൂചിപ്പിച്ച നിരവധിയായ മേഖലകളിലെ സാധാരണക്കാർക്ക് കൊടുത്തത്. ആ ടേസ്റ്റാണ് അച്ഛനിൽ നിന്ന് അവർ അനുഭവിച്ചത്. ഇഫ് വി സാക്രിഫൈസ് ദ ട്രൂത്ത് ഇൻ ഓർഡർ ടു അവോയ്ഡ് ഡിഫിക്കൽട്ടീസ് then the Christian loses a salt. പ്രതിസന്ധികൾ വരുമ്പോൾ, ഓടിമറയുമ്പോൾ ക്രൈസ്തവർ ഉപ്പ് അല്ലാതായി തീരുകയാണ്. അച്ഛന് അനാരോഗ്യത്തിൽ പോലും വലിയ മലയോരങ്ങളിൽ വെള്ളിയാമറ്റത്തിൻ്റെ ഏറ്റവും പ്രയാസമുള്ള മേഖലകളിൽ കൂടെ ഹോംപാല വെഞ്ചരിക്കാൻ വരണമെന്ന് എന്നോട് നിർബന്ധിക്കുകയും ഞാൻ അച്ഛനോട് പള്ളിയിലിരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അച്ഛൻ സമ്മതിക്കുകയില്ല. വളരെയേറെ ബുദ്ധിമുട്ട് സഹിച്ചാണ് അച്ഛൻ ആ വീടുകളുടെ അടുത്ത്, എൻ്റെ കൂട്ടത്തിൽ അച്ഛൻ പണിയിപ്പിച്ച വീടുകളാണ് അവിടെ വന്നത്. അത് വലിയൊരു ടേസ്റ്റ് അച്ഛനെ ഏൽപ്പിച്ച ആ ദൈവജനത്തോട് അച്ഛന് ഉള്ളത് കൊണ്ടാണ്. വൈദികർ വിശുദ്ധരാണെങ്കിൽ പിശാചുക്കൾ വിറയ്ക്കും, നിലംപതിക്കും എന്നുള്ള സുവിശേഷ സത്യവും നമ്മൾ മനസ്സിൽ കാത്തു സൂക്ഷിക്കണം. പണ്ഡിതനായ ബാൽത്തസാർ പറഞ്ഞു, ദ കൺഫ്യൂഷൻ വിത്തിൻ ദ ചർച്ച് ഒക്കേഴ്സ് വിത്ത് ദ ടീച്ചിങ് ആൻഡ് പ്രീച്ചിങ് ഓഫ് ദ സെക്കുലറൈസ്ഡ് ആൻഡ് വേൾഡ്ലി പ്രീച്ച്. കേവലം ലൗകികമായ സെക്കുലറായിട്ടുള്ള മനസ്സോടുകൂടി വൈദികർ പ്രസംഗിക്കുകയും ക്ലാസ് എടുക്കുകയും ചെയ്യുമ്പോൾ വലിയ കൺഫ്യൂഷൻ സഭയിലുണ്ടാകുന്നു. ഉപ്പിന് പകരം അതിനോട് യാതൊരു ബന്ധവുമില്ലാത്ത മറ്റ് നിലപാടുകളും കാഴ്ചപ്പാടുകളുമാണ് ചിലപ്പോഴെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വൈദികൻ ഈശോയുടെ സ്ഥാനത്ത് നിൽക്കുന്നവരാണ്. ഇപ്സെ ക്രിസ്തുസ്, ക്രൈസ്റ്റ് ഹിംസെൽഫ്. അവൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട ജനത്തെ അൾത്തര എക്ലേഷ്യ ആക്കുകയാണ്. വൈദികൻ ആൾത്തർ ക്രിസ്തുസ് ആയിരിക്കുമ്പോൾ തന്നെ ഏൽപ്പിച്ച ആളുകളെ ആൾത്തര എക്ലേഷ്യ, നല്ല ശുദ്ധമായ സഭയാക്കി തീർക്കുക എന്നതാണ് ആ ദൗത്യം. ചർച്ച് ഷുഡ് നോട്ട് ബി എ ഫ്രീ തിങ്കേഴ്സ് സൊസൈറ്റി. നമുക്കിഷ്ടം പോലെ പറയാനും ചിന്തിക്കാനും അല്ലെങ്കിൽ മറ്റുള്ളവരെ അത് പറഞ്ഞ് കേൾപ്പിക്കാനുമുള്ള ഒരു ഫ്രീ തിങ്കേഴ്സിൻ്റെ സൊസൈറ്റിയായിട്ട് സഭ പലപ്പോഴും മാറിപ്പോകുന്നുണ്ട്, തെന്നിമാറുന്നുണ്ട്. നമ്മൾ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ചർച്ച് ഈസ് എ ക്രേഡൽ സൊസൈറ്റി. സത്യവിശ്വാസത്തിൻ്റെ ചുറ്റും ക്രേഡൽ ഫോർമുലയ്ക്ക് നമ്മളെല്ലാ പരിശുദ്ധ കുർബാനയും പ്രാർത്ഥനയും സ്വർഗസ്ഥനായ പിതാവിനെ കൊണ്ട് ആരംഭിക്കുന്നത് നമ്മുടെ എല്ലാ ലിറ്റർജികളുടെയും ആ ഒരു അടിസ്ഥാന മാനദണ്ഡം ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. എല്ലാ ലിറ്റർജികളിലും വീട്ടിൽ നമ്മൾ മൃതസംസ്കാരം നടത്തുമ്പോഴും ക്രേദോ വിശ്വാസപ്രമാണം നമ്മൾ ചൊല്ലുന്നതും അതുകൊണ്ടാണ്. നമ്മളൊരു ക്രേഡൽ സൊസൈറ്റിയാണ്. സത്യം സംരക്ഷിക്കുന്ന ഡോക്മാകൾക്ക് ചുറ്റും ആയിരുന്നതുകൊണ്ട് അതിൽ നിന്ന് ഊർജം സമ്പാദിക്കുന്ന വ്യക്തികളായിരിക്കണം നാം എല്ലാവരും. നിരന്തരമായിട്ട് ഈശോയെ കേൾക്കണം, ഈശോയെക്കുറിച്ച് പറയണം. എമൗസ് സംഭവം അതാണല്ലോ. എ കമൻ്ററി ഓൺ ക്രൈസ്റ്റ് ഈസ് ഗിവൺ ബൈ ക്രൈസ്റ്റ് ഹിംസെൽഫ്. ഈശോയെക്കുറിച്ചുള്ള ഒരു വ്യാഖ്യാനം ഈശോ തന്നെ നൽകുന്നതാണ് എമൗസ് യാത്ര. ക്രൈസ്റ്റ് ഈസ് എക്സ്പ്ലെയിൻഡ്
ബൈ ക്രൈസ്റ്റ് ഹിംസെൽഫ്. ഈശോ ആരാണെന്ന് ഈശോ തന്നെ വിശദീകരിക്കുകയാണ്. അതാണ് ബെയ്മായിൽ നിന്ന് ഓരോ പുരോഹിതനും ചെയ്യുന്നത്. ഈശോയുടെ സ്ഥാനത്ത് നിന്ന് സംസാരിക്കുമ്പോൾ ഈശോ ആരാണെന്നും ഈശോ എന്താണ് പഠിപ്പിച്ചതെന്നും നമ്മൾ പ്രത്യേകമായിട്ട് ഓർത്ത് എടുത്ത് പഠിപ്പിക്കുകയാണ്. സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള ആ ഡോക്ട്രൈനൽ നോം അതിൻ്റെ പൂർണ്ണതയിൽ നമ്മൾ ആരാധനക്രമത്തിൽ ഉപയോഗിക്കുമ്പോഴും ഈ അടിസ്ഥാന തത്വമാണ് നമ്മൾ സൂക്ഷിക്കുന്നത്. കർത്താവിൽ നിന്ന് അകലുമ്പോൾ നമ്മുടെ ദൗത്യം മാറിപ്പോവുകയാണ്. ലത്തീൻ ഭാഷയിൽ പറയാറുണ്ട്, ഈദം വെള്ളെ ഈദം നോളെ. സ്നേഹിതരിൽ രണ്ടുപേര് ഒരേ കാര്യം ആഗ്രഹിക്കുന്നു, ഒരേ ഇഷ്ടവും ഒരേ അനിഷ്ടവും. അതാണ് ആ വാക്കുകളുടെ അർത്ഥം. നല്ല സ്നേഹിതന്മാരാണെങ്കിൽ ഒരേ ഇഷ്ടവും ഒരേ അനിഷ്ടവുമാണ് എന്ന് പറഞ്ഞാൽ വൈദികൻ പൂർണ്ണമായിട്ട് ഈശോയെ ഉൾക്കൊള്ളുകയും അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആ വേദനകൾ നമ്മൾ സ്വന്തമായിട്ട് സ്വീകരിക്കുകയും ചെയ്യണം. അങ്ങനെ നിരവധിയായ മേഖലകളിൽ കൂടെ യാത്ര ചെയ്ത് ഒരുപാട് സഹിച്ച ഒരാളാണ് ഇമ്മാനുവേൽ അച്ഛൻ. അദ്ദേഹം എന്നോട് പറഞ്ഞു, പ്രീസ്റ്റ് ഹോമിൽ വന്നതിന് ശേഷമാണ് ഞാൻ സമയത്ത് ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചത് എന്ന്. വളരെ ശരിയാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഒരിക്കലും സമയത്ത് ഭക്ഷണം കഴിക്കുന്ന ആളല്ല. രാവിലത്തെ കാപ്പി ഉച്ചയാകുമ്പോഴായിരിക്കും, ഉച്ചഭക്ഷണം ചിലപ്പം സന്ധ്യയോടുകൂടിയാണ്. കാരണം അദ്ദേഹം എന്നും നിരവധിയായ പ്രസ്ഥാനങ്ങളായിട്ട് ജനങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുമ്പോൾ അതൊന്നും സമയത്ത് അദ്ദേഹത്തിന് സാധിച്ചില്ല. പ്രീസ്റ്റ് ഹോമിൽ അദ്ദേഹത്തിന് വലിയ സന്തോഷമായിരുന്നു. നിരവധിയായ തവണ എൻ്റെ അടുത്ത് അതിനുശേഷം വരികയും അച്ഛന്മാർക്ക് അവിടെ താമസിക്കാനും പ്രാർത്ഥിക്കാനുമുള്ള സൗകര്യത്തെക്കുറിച്ച് സ്നേഹപൂർവ്വം എന്നോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. പുണ്യവാനായ അപ്രയും പലതവണ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു വൈദികൻ്റെ ഏറ്റവും വലിയ ദൗത്യം മദ്ബഹ സംരക്ഷിക്കുകയാണ്. ദേവാലയത്തിൻ്റെ മദ്ബഹായിൽ അധ്വാനിക്കുന്നവനാണ് വൈദികൻ. അപ്രയും പറയുന്നു, തൻ്റെ അധ്വാനം കൊണ്ട് വിശുദ്ധ മദ്ബഹ സംരക്ഷിച്ചവൻ ആ ദിവസം ഭാഗ്യം അനുഭവിക്കും, കർത്താവ് വരുമ്പോൾ മരണദിവസം. കാരണം മാലാഖമാരുടെ അപ്പത്താൽ അവൻ പുഷ്ടിപ്പെടും, ശോഭയും ഗാംഭീര്യവും അവൻ്റെ അവകാശമായിരിക്കും. തൻ്റെ വീഞ്ഞ് വിശുദ്ധ മദ്ബഹായിൽ കലർത്തിയവന് ഭാഗ്യപ്പെട്ടവനാണ്. കാരണം ദൈവിക കൃപയുടെ വലതുവശത്തു നിന്ന് രക്ഷയുടെ കാസ അവൻ പാനം ചെയ്യും. തൻ്റെ അധ്വാനത്താൽ വിശുദ്ധമായ തീർത്ഥാടനം നടത്തിയവർ ഭാഗ്യവാന്മാരുമാണ്. കാരണം സഭ ഈ ലോകത്തിലല്ല സ്വർഗത്തിലാണെന്ന് അവൻ മനസ്സിലാക്കുകയാണ്. പള്ളികൾ സന്ദർശിക്കുകയും ദേറാകൾക്ക് ദാനം ചെയ്യുകയും ഏകാന്തവാസികളെ ബഹുമാനിക്കുകയും ചെയ്തവർ ഭാഗ്യപ്പെട്ടവരാണ്. കാരണം അവർ സ്വർഗം മുൻകൂട്ടി അനുഭവിച്ചവരാണ്. നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഇടവക, നമ്മുടെ മധ്യസ്ഥൻ, ഇവിടുത്തെ നേരത്തെ ഉണ്ടായിരുന്ന ഭദ്രാസനം, അതെല്ലാം ഇത്തരത്തിലുള്ള ദൈവികമായ ക്രിസ്തീയമായ ചിന്തകളോട് ബന്ധപ്പെട്ടതും സഭയുടെ ചരിത്രത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നതുമാണ്. മണിച്ചൻ നമ്മിൽ നിന്ന് ഇന്ന് ശാരീരികമായിട്ട് അപ്രത്യക്ഷനാകുമ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മളോട് കൂട്ടത്തിലുണ്ടായിരിക്കും. ഇന്നത്തെ സുവിശേഷം ഈശോയുടെ മരണത്തെക്കുറിച്ചാണ്. ഞാൻ ദീർഘസമയം എടുക്കുന്നില്ല. അതിൽ ആ മരണത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം, ദേവാലയ വിരി കീറിപ്പോകുന്നതാണ് രണ്ടായിട്ട്. നമ്മളും ദേവാലയത്തിന് വിരിയിടുന്നത് അങ്ങനെയാണല്ലോ. ആ വിരി കീറിയതിൻ്റെ അർത്ഥം ദൈവം അങ്ങകലെ നമ്മിൽ നിന്ന് മറഞ്ഞിരിക്കുകയല്ല, ദൈവം സ്വയം വെളിപ്പെടുത്തപ്പെട്ടു. ക്രൂശിതൻ നമുക്ക് വിസിബിളാണ്. ശതാധിപനും പറഞ്ഞു, ഇവൻ സത്യമായും ദൈവത്തിൻ്റെ മകനാണ്.
മനുഷ്യൻ ഇന്ന് നമ്മിൽ നിന്ന് യാത്ര പറയുമ്പോൾ നമുക്കും പറയാനുള്ളത് അതാണ്. ഇങ്ങനെ രൂപത മുഴുവനും ഓടി നടന്ന് ശുശ്രൂഷ ചെയ്ത അച്ഛൻ സത്യമായും ഈശോയുടെ മകനാണ്. ഈശോയ്ക്ക് വേണ്ടിയാണ് ആ വേദനകളെല്ലാം സഹിച്ചത്. മധുബഹ സംരക്ഷിച്ചവനാണ്. ആ മധുബഹായുടെ ശക്തി ആണ് അദ്ദേഹത്തിന് അവസാനം വേണ്ടത്. കുർബാന കഴിയുമ്പോൾ അദ്ദേഹത്തെ എടുത്ത് മധുബഹായിൽ മുട്ടിക്കുന്നതിൻ്റെ അർത്ഥവും അതാണ്. മധുബഹായും പള്ളിയുടെ ഇരു പാർശ്വങ്ങളും ആനവാതിലും അദ്ദേഹത്തെ മുട്ടിച്ച് അദ്ദേഹത്തെ കൊണ്ട് കുരിശ് വരപ്പിക്കുകയാണ്. സ്ലീവ അടയാളപ്പെടുത്തലാണത്. മധുബഹായിൽ തുടങ്ങി വലത്തും ഇടത്തുമുള്ള ഭിത്തികളിൽ മുട്ടിച്ച് ആനവാതിക്കൽ എത്തി ആ കുരിശ് വരച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടുകാരുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. പിന്നെ അവർ പ്രതീക്ഷയിലേക്കുള്ള യാത്രയിൽ കൊണ്ടുപോകുന്നത് വീട്ടുകാരാണ്. പിന്നീട് അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ചരിത്രപരമായിട്ട് കൃത്യം നമ്മളതിനു വേണ്ടി അത്രയും വാദിക്കേണ്ടതില്ലായിരിക്കാം. ഹിസ്റ്റോറിക്കലി ആൻഡ് ആസ്ട്രോണോമിക്കലി ഡോക്യുമെൻ്റഡ് അല്ലായിരിക്കാം. ഭൂമി കുലുങ്ങി, പാറ പിളർന്നു, സോളാർ എക്ലിപ്സ്, സൂര്യഗ്രഹണമുണ്ടാകുന്നു. ഇതെല്ലാം കാണിക്കുന്നത് ദൈവം ഇടപെടുന്നു എന്നതാണ്. ദൈവത്തിൻ്റെ ഇടപെടലുകളുടെ മാധ്യസ്ഥ രൂപങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നതെല്ലാം. ശവകുടീരങ്ങൾ തുറക്കപ്പെട്ടു, വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേറ്റു, അവർ പട്ടണങ്ങളിലേക്ക് വന്നു. ഇതെല്ലാം ഉത്ഥാനത്തിൽ സംഭവിക്കുന്നത് എന്താണ്? ഈശോയുടെ ഉത്ഥാനം നമുക്കെന്താണ് നൽകുന്നത് എന്നതാണ്. ദൈവികത മാനുഷിക രൂപം പ്രാപിച്ചതായിരുന്നല്ലോ ഈശോ അപ്രകാരം ചെയ്തത് മനുഷ്യനെ ദൈവത്തിൻ്റെ രൂപത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്. കർദിനാൾ ന്യൂമാൻ്റെ കല്ലറയുടെ ഭിത്തിയിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു ചെറിയ വാക്യം ഇതാണ്: ഫ്രം ഷാഡോസ് ടു റിയാലിറ്റി. നിഴലുകളിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക്. നമ്മൾ ഈ ലോകത്തിൽ പരദേശികളാണ്. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന ഭവനങ്ങളില്ല. എല്ലാം കടന്നു പോകുന്ന കാര്യങ്ങളാണ്. എല്ലാം ഷാഡോസാണ്, നിഴലുകളാണ്. അതിനെ വിട്ട് യാഥാർത്ഥ്യത്തിലേക്ക് എന്നാണ് ആ കല്ലറ നമുക്ക് നൽകുന്ന സന്ദേശം. ഫ്രം ഷാഡോസ് ടു റിയാലിറ്റി. മനുഷ്യനെ നമ്മൾ കല്ലറയിൽ മറയ്ക്കുമ്പോഴും അദ്ദേഹം നമുക്ക് നൽകുന്ന സന്ദേശവും അതുതന്നെയാണ്. ജോൺ എഫ് കെന്നഡിയുടെ കല്ലറയിലും എഴുതിയിട്ടുണ്ട്, പലരെ സംബന്ധിച്ചും കല്ലറ ജീവിതത്തിൻ്റെ അന്ത്യമാണ്. എന്നാൽ എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൻ്റെ തുടക്കമാണ് ഇവിടം, ഈ കല്ലറ. നിത്യാനന്ദത്തിലേക്ക്, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ കാര്യമായിട്ടാണല്ലോ അതും എഴുതിയിരിക്കുന്നത്. ഓരോ അച്ഛനും പുനരുത്ഥാനത്തിൻ്റെ അടയാളമാണ്. എല്ലാ വൈദികരും പെർമനൻ്റ് റെസുറക്ഷൻ്റെ അടയാളമാണ്. ഉദ്ധിതനായ ഈശോയെയാണ് ഓരോ അച്ഛനും കൊടുക്കാനുള്ളത്. മറ്റൊന്നും നമുക്ക് കൊടുക്കാനില്ല. ഉദ്ധിതനായ ഈശോയെ കൊടുക്കുമ്പോഴാണ് നമ്മൾ ആൾത്തർ ക്രിസ്തൂസ് ആകുന്നതും നമ്മളെ ഏൽപ്പിച്ച വിശ്വാസികളെ ആൾത്തര എക്ലേഷ്യ, ശരിയായിട്ടുള്ള സഭയായിട്ടും മാറ്റുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾ സംഹരിക്കുകയാണ്. ഈ നല്ല പുരോഹിതനെ നമുക്ക് തന്ന ഒരിക്കമാക്കൽ കുടുംബത്തെയും മഴചാരിക്കലും കുടുംബത്തെയും ദൈവമായിട്ട് ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ അധ്വാനങ്ങളും ക്ലേശങ്ങളും വളരെ വലുതായിരുന്നു. രോഗങ്ങൾ അവസാന കാലത്ത് കുറേയെല്ലാം അദ്ദേഹത്തെ ഡിസ്റ്റർബ് ചെയ്തിരുന്നു. എങ്കിലും ഈശോയിൽ ശരണപ്പെട്ട് അദ്ദേഹത്തിന് സഹജമായ നർമ്മരസത്തോടുകൂടി ഓടി നടന്ന് എല്ലാവരുടെയും കൂട്ടത്തിൽ എത്തുകയും എല്ലാവർക്കും വേണ്ടി ജീവിക്കുകയും ചെയ്ത ആളായിരുന്നു ഇമ്മാനുവേൽ മാക്കലച്ചൻ. അദ്ദേഹത്തെ നമ്മൾ പ്രാർത്ഥിച്ച് ഒരുക്കി പ്രതീക്ഷയിലേക്ക് കൊടുത്തുവിടുകയാണ്. ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ ഈ പിതാക്കന്മാരെല്ലാം, നമ്മുടെ പിതാക്കന്മാർ ഇവരെല്ലാം, ഇലവനാൽ പിതാവ് ഉൾപ്പെടെ എല്ലാം നമ്മളുടെ പാലായുടെ സ്വന്തമായിട്ടുള്ളതാണ്.
മണിച്ചൻ്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. സിനഡ് കഴിഞ്ഞ് ഈ നമ്മുടെ രൂപതയിലെ പിതാക്കന്മാർ ഇവിടെ ഈ നാടുകളിലെല്ലാം ഉണ്ടായിരുന്നത് ഈ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനും മാനെ വിളിച്ചു വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ സാധിച്ചത്. ബഹുമാനപ്പെട്ട വികാരിച്ചനെ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. അച്ഛൻ്റെ വലിയൊരു കരുതൽ ഈ ഇടവകയിലെ എല്ലാ ഭാഗത്തുമുണ്ട്. ഈ സംസ്കാര ശുശ്രൂഷയോട് ബന്ധപ്പെട്ട കാര്യത്തിലും വികാരിച്ചൻ അത്യന്തം എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചു. അച്ഛനോട് സഹകരിക്കുന്ന മറ്റ് അച്ഛന്മാരും ഇവിടെ വന്ന് സഹായിക്കുന്നവരൊക്കെയുണ്ട്. വൈക്കാരന്മാർ, സമർപ്പിതർ, അവരെ എല്ലാം ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. അച്ഛന് വേണ്ടി ഈ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് മൂലമറ്റത്തും ധാരാളം പേര് വന്ന് അച്ഛൻ്റെ അനുജന് തറവാട് അവിടെയാണ്. അച്ഛൻ്റെ സഹോദരങ്ങളും എല്ലാം അവരുടെ മക്കളും എല്ലാം ഈ പ്രാർത്ഥനയിൽ എത്തിയിട്ടുണ്ട്. അവരെയും ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. അങ്ങനെ അച്ഛൻ്റെ ആ സ്മരണ മായാത്ത മുദ്രയായിട്ട് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അച്ഛനെ അന്തോണീസ് ബാവായ്ക്കും പരിശുദ്ധ അൽഫോൻസാമയ്ക്കും സമർപ്പിച്ച് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.